ഹായ് എവരി വൺ, എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് ജൂലൈ 2025 പാർട്ട് 1 സെക്ഷനിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസ് അപ്ഡേറ്റ്സ് പ്ലസ് കേരള PSC എക്സാമിന് റിലവൻ്റായ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഷോർട്ട് ആൻഡ് ക്ലിയർ പ്രസൻറ്റേഷൻ ആണ്, സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് കറണ്ട് അഫയേഴ്സ് ജേർണി. കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് ആര്? ഉത്തരം റവാഡ ചന്ദ്രശേഖർ. ഇദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ എത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് ആരാണ്? റവാഡ ചന്ദ്രശേഖർ. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ്? ഉത്തരം സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളായ ടെസ്റ്റ്, ഏകദിനം, T20 ഇൻ്റർനാഷണൽ, ഈ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരമാരാണ്? സ്മൃതി മന്ദാന. 2025 ജൂൺ 28-ന് ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരത്തിലൂടെയാണ് അവർ ഈ നാഴികക്കല്ല് പിന്നിട്ടത്. സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ടുവാലുവിലെ പൗരന്മാർക്ക് കാലാവസ്ഥാ വിസ വാഗ്ദാനം ചെയ്യാൻ ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഉത്തരം ഓസ്ട്രേലിയ. സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ടുവാലുവിലെ പൗരന്മാർക്ക് കാലാവസ്ഥാ വിസ വാഗ്ദാനം ചെയ്യാൻ ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഓസ്ട്രേലിയ. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഓസ്ട്രേലിയയ്ക്ക് സമീപത്തായിട്ട് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് ടുവാലു. സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ഫലമായി വലിയ ഭീഷണി നേരിടുന്ന ഈ രാജ്യം താമസത്തിനും ജീവിതത്തിനും അനുയോജ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നതിനാൽ പ്രശ്നം പരിഹരിക്കാൻ 2023 ഒപ്പുവെച്ച ഫാലപ്പലി യൂണിയൻ ഉടമ്പടി അഥവാ ഫാലപ്പലി യൂണിയൻ ട്രീറ്റി പ്രകാരം ഓസ്ട്രേലിയയും ടുവാലുവും ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രിത കുടിയേറ്റം അഥവാ ക്ലൈമറ്റ് ബേസ്ഡ് പ്ലാൻഡ് മൈഗ്രേഷൻ പദ്ധതി ആരംഭിച്ചു. ഇതനുസരിച്ച് ഓരോ വർഷവും പരമാവധി 280 ടുവാലു പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം നേടി വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം 2050 ടുവാലുവിൻ്റെ പല ഭാഗങ്ങളും ദിവസേന കടലിൽ മുങ്ങാൻ തുടങ്ങും. 2100 മിക്ക ഭാഗങ്ങളും സ്ഥിരമായി വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ടുവാലുവിലെ പൗരന്മാർക്ക് കാലാവസ്ഥാ വിസ വാഗ്ദാനം ചെയ്യാൻ ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഓസ്ട്രേലിയ. ഏത് ഉടമ്പടി പ്രകാരമാണ്? ഫാലപ്പലി യൂണിയൻ ഉടമ്പടി പ്രകാരമാണ്. ഇത് ആരൊക്കെ തമ്മിലായിരുന്നു? ഓസ്ട്രേലിയയും ടുവാലുവും തമ്മിൽ 2023 ഒപ്പുവെച്ചത്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രിത കുടിയേറ്റമാണ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? ഉത്തരം കോട്ടയം. ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? കോട്ടയം ജില്ല. അടുത്ത ചോദ്യം, പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണ്? നീരജ് ചോപ്ര. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണ്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ജാവലിൻ ത്രോയിലെ അസാധാരണ വൈദഗ്ധ്യത്തിന് പേരുകേട്ട നീരജ് ചോപ്ര ഹരിയാനയിൽ നിന്നുള്ള ഇന്ത്യയിലെ മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ 87.58 മീറ്റർ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് സ്വർണം നേടി. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത മികച്ച പ്രകടനം 91.72 മീറ്ററാണ്. 2016 മുതൽ ഇന്ത്യൻ ആർമിയിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക് വഹിക്കുന്ന അദ്ദേഹം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയിട്ടുണ്ട്. 2018 കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടിയിട്ടുണ്ട്. നിലവിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക 1-ാം നമ്പർ സ്ഥാനത്താണ്. അപ്പോൾ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നീരജ് ചോപ്ര. കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവ് വിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? ഉത്തരം പാറളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവ് വിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം ഗ്രാമപഞ്ചായത്ത്. ഒരിക്കൽ കൂടി നോക്കാം. കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? കോട്ടയം ജില്ല. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണ്? നീരജ് ചോപ്ര. കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവ് വിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം ഗ്രാമപഞ്ചായത്ത്.
ഇന്ത്യയിൽ ശാസ്ത്രാധിഷ്ഠിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. സയൻസ് ബേസ്ഡ് ടൂറിസം. ശാസ്ത്രാധിഷ്ഠിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ലഡാക്കിൽ ആദ്യമായി സംഘടിപ്പിച്ച ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സുമായി സഹകരിച്ച് ടൂറിസം വകുപ്പ് നടത്തിയ 2 ദിവസത്തെ പരിപാടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും വരണ്ട കാലാവസ്ഥയും കുറഞ്ഞ പ്രകാശ മലിനീകരണവും കാരണം നക്ഷത്ര നിരീക്ഷണത്തിന് അനുയോജ്യമായ ലഡാക്കിനെ ആസ്ട്രോ ടൂറിസത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ഫെസ്റ്റിവലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയിലെ ശാസ്ത്രാധിഷ്ഠിത ടൂറിസം അഥവാ സയൻസ് ബേസ്ഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയത് ആരാണ്? ഉത്തരം നവാസുദ്ദീൻ സിദ്ദിഖി, ഷർമിള ടാഗോർ. ആരൊക്കെയാണ്? നവാസുദ്ദീൻ സിദ്ദിഖി, ഷർമിള ടാഗോർ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ശക്തി 2025? ഉത്തരം ഫ്രാൻസ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ശക്തി 2025. ഇത് നടന്നത് 2025 ജൂൺ 18 മുതൽ ജൂലൈ 1 വരെ ഫ്രാൻസിലെ ലാ കവലറിയിലായിരുന്നു. ഒരിക്കൽ കൂടി, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയത് ആരാണ്? നവാസുദ്ദീൻ സിദ്ദിഖി, ഷർമിള ടാഗോർ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ശക്തി 2025? ഉത്തരം ഫ്രാൻസ്. എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളും ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഉത്തരം റെയിൽ വൺ ആപ്പ്. ഏതാണ് റെയിൽ വൺ? യൂണിയൻ റെയിൽവേ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് ജൂലൈ 1, 2025 റെയിൽ വൺ ആപ്പ് ലോഞ്ച് ചെയ്തു. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ പാസഞ്ചർ സർവീസുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ ആപ്പാണ്. പ്രധാന ഫീച്ചറുകൾ: ലൈവ് ട്രെയിൻ ട്രാക്കിംഗ്, കാറ്ററിംഗ്, പോർട്ടൽ ആൻഡ് ടാക്സി ബുക്കിംഗ്, പരാതി പരിഹാരം, റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകളിൽ 3% കിഴിവ്, മൊബൈൽ പിൻ ഓർ ബയോമെട്രിക്സ് വഴി സിംഗിൾ സൈൻ ഇൻ, റെയിൽ കണക്ട് ആൻഡ് UTS സപ്പോർട്ട്, ആർ വാളറ്റ്. അപ്പോൾ എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളും ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പ് ഏതാണ്? റെയിൽ വൺ. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം? ഉത്തരം സുരിനാം. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? സുരിനാം. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ അവാർഡിന് അർഹനായത്? ഷാജി പ്രഭാകരൻ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ 2025 അവാർഡിന് പ്രമുഖ ന്യൂറോളജിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഡോക്ടർ ഷാജി പ്രഭാകരൻ അർഹനായി. 50,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് അവാർഡ്. 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ട്. 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് ആക്സസ് ദാതാവായി മാറിയ ഇന്ത്യൻ ടെലികോം കമ്പനി ഏതാണ്? ഉത്തരം റിലയൻസ് ജിയോ. ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് ആക്സസ് ദാതാവായി മാറിയ ഇന്ത്യൻ ടെലികോം കമ്പനി ഏതാണ്? റിലയൻസ് ജിയോ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ആരാണ്? ഉത്തരം തേഗ്ബീർ സിംഗ്. പഞ്ചാബിൽ നിന്നുള്ള 6 വയസ്സുകാരൻ തേഗ്ബീർ സിംഗ് മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകനായി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. റഷ്യയിലെയും യൂറോപ്പിലെയും ഏറ്റവും ഉയരമുള്ള പർവ്വതമാണിത്. ഇതിന് 18,510 അടി അഥവാ 5,642 മീറ്റർ ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ കൊടുമുടി കൂടിയാണിത്. ജൂൺ 20 പിതാവ് ശ്രീ സുഖിന്ദർ ദീപ് സിംഗിനൊപ്പം ട്രെക്കിംഗ് ആരംഭിച്ച തേഗ്ബീർ സിംഗ് ജൂൺ 28 എൽബ്രസ് കൊടുമുടിയിലെത്തി. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? പി ജയരാജൻ. ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രോജക്റ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ഉത്തരം ഇൻഡോർ. ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രോജക്റ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഇൻഡോർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത്
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊല്ലം ജില്ലയിലെ നെടുവത്തൂരിൽ ജൂലൈ 2 പ്രവർത്തനം ആരംഭിച്ചു. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ നെടുവത്തൂരിൽ ജൂലൈ 2 പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത ചോദ്യം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഏത്? ഉത്തരം റഷ്യ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഏത്? റഷ്യ. അടുത്തിടെ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം? ഉത്തരം നെല്ലിയാമ്പതി. അടുത്തിടെ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി. 2025 ജൂലൈ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഉത്തരം ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. 2025 ജൂലൈ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്? ശുഭ്മാൻ ഗിൽ 269 റൺസ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ്? ശുഭ്മാൻ ഗിൽ 269 റൺസ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുൻപേ നൽകാൻ കഴിയുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? സീ ഫ്ലഡ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുൻപേ നൽകാൻ കഴിയുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരേതാണ്? സീ ഫ്ലഡ്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനം ഏതാണ്? ശുചിത്വ ഐ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനം ഏതാണ്? ശുചിത്വ ഐ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? ഉത്തരം സുനിൽ കദം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? സുനിൽ കദം. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ആദ്യത്തെ ഖേലോ ഇന്ത്യ ജലകായിക വിനോദം എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ശ്രീനഗറിലെ ദാൽ തടാകം. ആദ്യത്തെ ഖേലോ ഇന്ത്യ ജലകായിക വിനോദം എവിടെയാണ് നടക്കുന്നത്? ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം സുധാൻഷു മിത്തൽ. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുധാൻഷു മിത്തൽ. നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ആസ്ത പുനിയ. നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആരാണ്? ആസ്ത പുനിയ. ജൂലൈ 2025 കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2-ൽ ജൂലൈ മാസത്തിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PSC പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാനായിട്ട് എല്ലാവരും ഡെയിലി റിവൈസ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ് മിക്സ് ആകാതിരിക്കാൻ റൈസ് ആൻഡ് റിഫൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് സെക്ഷനിൽ മീറ്റ് ചെയ്യും. അതുവരേക്കും ബൈ.